കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്കിപ്പോ. ഡോക്ടറെ കാട്ടിയില്ലേ? ഞാൻ നിന്റെ ഏട്ടനെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, നിന്നെയല്ലേ. അവനെനിക്ക് ഇത്ര വിശ്വാസം പോരാ. നീ ശ്രദ്ധിക്കുക അവളെന്നെ. എനിക്ക് അവൻ്റെ കാര്യമൊന്നും കേൾക്കണ്ട. അവൻ്റെ ഒരു കെയറിങ്. എന്തായാലും അവൾ ഉടനെ കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കാൻ പറ. സഞ്ജു എന്താ പറഞ്ഞേ? സാധനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ ഓക്കെ അല്ലേ? അവൻ ഓക്കെയാണെന്ന് അവൻ പറഞ്ഞത്. പിന്നെ ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സഡേഷനിൽ നല്ല ഉറക്കം അത്ര. നിങ്ങളുടെ ഓരോ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ആ കൊച്ചിനെ അവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് അവൾക്ക് വയ്യാത്ത സമയത്ത് നമ്മളല്ലേ കൂടെ വേണ്ടേ? എന്താ മക്കളെ ഇത്? അവളെ വേഗം അവിടുന്ന് കൊണ്ടുവരാൻ നോക്ക്. അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ആ രാഹുലിന് നമ്മുടെ പ്ലെയിൻ എങ്ങാനും പിടി കിട്ടിക്കഴിഞ്ഞാൽ അങ്കിള് ആന്റിയുടെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. അവളിപ്പോ അവരെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. എന്താ ചേച്ചി, എന്താ എന്റെ കുട്ടീനെ നല്ലപോലെ നോക്കിയാ മതി. ഞാൻ അവൾക്ക് വേണ്ടി ഒരു കഷായം ഉണ്ടാക്കി തരാം. അതൊന്ന് കൊണ്ടുപോയി അവളുടെ എത്തിക്കുക എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ പനിയുണ്ടെങ്കിൽ കയ്ക്കുമായ അതിനിടയ്ക്കാ അമ്മയുടെ ഒരു കഷായം. ഇപ്പൊ ഒക്കെ ഡോക്ടർമാരൊരു ഇഞ്ചക്ഷൻ മതിയെന്നേ. വേണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അമ്മ ഉണ്ടാക്കിക്കോ. കഷായം റെഡിയാക്കി വേഗം. എന്നാച്ചു സഞ്ജു, ഞാൻ എപ്പടി ഇങ്ങനെ? നിനക്ക് നല്ല പനിയായിരുന്നു. ഏട്ടനാ നിന്നെ ഇവിടെ കൊടുന്ന് കിടത്തിയത്. നീ നോക്കൊന്നും വേണ്ട, അങ്ങേര് തന്നെയാ. നിന്നെ നോക്കിയായിരുന്നതും അങ്ങേര് തന്നെയാ. ഗുഡ് മോർണിംഗ് സാനോ. തൻ്റെ ബ്രേക്ക്ഫാസ്റ്റാ. ഡോക്ടർ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞോണ്ടാ ഇങ്ങനെ. താങ്ക് യു. എന്നെ എൻ്റെ അപ്പേനെ അമ്മേനെയും കാണിച്ചു തരൂ. അപ്പയും അമ്മയും കാണിക്കാൻ ഞാൻ കൊണ്ടുപോകാം. ആദ്യം ഫ്രഷായി ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ടാബ്ലറ്റ് കഴിക്ക്. അതിനുശേഷം. റൂട്ട് മാറിപ്പോന്നുണ്ടോ? ഇതെവിടെയാ സ്ഥലം? എവിടെയായാലും എന്താ, നിനക്ക് നിന്റെ അപ്പനെയും അമ്മയും കണ്ടാ പോരെ. അങ്ങ് ചെല്ല്, ആ റൂമിലുണ്ടാവര്. അപ്പ, കണ്ണ് അമ്മ, മോളെ. കണ്ണ് ஏன் செல்லும், உன்னை பார்க்காமலே என் உயிர் போயிடும் நினைச்சேன். ஆனா நீயே வந்துட்டே. ஆனா எப்படி உன்னால எங்க வர? கண்ணு என்னாச்சு? അപ്പ, എൻ്റെ അമ്മ മുടിച്ചിടിച്ചപ്പ നമ്മുടെ അച്ഛൻ അവൻ പോയോ? എൻ്റെ കുട്ടി എന്നെ വിട്ട് പോയോ? എന്തിനാ മോളെ നീ ഇങ്ങോട്ട് വന്നത്? നിനക്ക് രക്ഷപ്പെടാറുന്നല്ലേ? ഞങ്ങൾ എന്തിനാ നീ സൃഷ്ടിക്കാൻ? என்ன சொல்றீங்க நீங்க மட்டும்தான் எனக்கு இருக்கா? அஷு அவன் என் வாழ்க்கையில இல்லை, உயிரோடவே இல்லை. எல்லாமே என்னால தான். எவ்வளவு பேர் என்னால பலியாக என்னால முடியாதம்மா. தேவையோட குடும்பம் அவருக்கு எதுவும் ஆகக்கூடாது, உங்களுக்கு எதுவும் ஆகக்கூடாது. நான் முடிவെടുത്തിട്ടേ അമ്മ. എന്താ മോളെ നീ പറയുന്നേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. നിനക്ക് വേണ്ടിയാ അച്ഛൻ അവന്റെ ജീവൻ തന്നെ കൊടുത്തത്. ആ ജീവൻ പോയതിന് ഒരർത്ഥമില്ലാതാക്കരുത് നീ. അവന്റെ ആത്മാവിന് വേദനിക്കും നീ ഇവന്റെ കൂടെ. அம்மா இதை பத்தி எதுவும் பேச வேணாம். ஏன் ஒரு நாள் யாருக்குமே எந்த ஆபத்தும் வரக்கூடாது. அதவ ஏதாவது வந்துடுச்சுன்னா நான் என் ஊரை விட்டுடுவேன் அம்மா. என்னால் முடியலை. எனக்கு ஞாபகம் இருக்கு, என் அച്ഛனுக்கு என் கூட இருக்க முடியாததுக்கு காரணம் அவன் உயிரை போகிறதுக்கு காரணம் ராகுல் தான். அது நான் மறக்க மாட்டேன், எந்த காலத்திலும் மறக்க மாட்டேம்மா. கண்ணா, அப்பா கிட்ட போய் சொல்லக்கூடாது. உன் மனசுல ஏதோ நினைச்சிட்டு இருக்க. ராகுலை கல்யாணம் பண்ண பாக்குறியா இல்ல அவனை கொலை பண்ண பாக்குறியா? என்ன உன் மனசுல? எதுக்கு இப்படி எல்லாம் நினைக்கிறீங்க அப்பா? என் மனசுல எந்த எண்ணமும் இல்லை. உங்க எல்லாருமே உயிரோடு இருக்கணும், அவ்வளோதான் எனக்கு முக்கியம். ராகுல் என்ன வெயிட் பண்ணிட்டு இருக்காப்பா. எனக்கு போகணும். அவன்கிட்ட பேசி உங்கள் 2 பேரையும் என்கிட்ட இருந்து கூட்டிகிட்டு போவதுக்கு நான் முடிவு பண்ணுறேன். பாய். അപ്പയോട് അമ്മയോടും സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ ഹാപ്പി അല്ലേ? ഇനി തിരിച്ച് വീട്ടിൽ പോവാം. രാഹുൽ എന്നെ ദേവിയുടെ വീട്ടിൽ വിട്ടാൽ മതി. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ അപ്പേനെയും അമ്മേനെയും എൻ്റെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കൂ. പറ്റില്ല. അവര് ഇവിടെ നിറക്കിടങ്ങി നീ എൻ്റെ ഭാര്യയാവണം. അന്നത്തെ ദിവസം അവര് നിന്റെ കൂടെ ഉണ്ടാവും.
സമ്മതമാണ് എനിക്ക് രാഹുൽ വർമ്മയുടെ ഭാര്യയാവാൻ. ഞാൻ കാരണം ആരും ഇനി ദ്രോഹിക്കപ്പെടാൻ പാടില്ല. ശരിക്കും എന്നാ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാ? ഞാൻ ആരെയും ദ്രോഹിക്കില്ല. പക്ഷേ നിന്നെ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയ അവരെ ഞാൻ കൊന്നുകളയും. സാധന, നിനക്കിപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ അങ്കിളിനെ ആന്റീനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അവരെ അവനൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ടാബ്ലറ്റ് ഒക്കെ കഴിച്ച കാരണം ഫീവർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് പ്രശ്നവുമില്ല. ഞാൻ പോയി കണ്ട് സംസാരിച്ചതാണല്ലോ. എനിക്ക് ദേവയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. ദേവ, നമ്മളിനി ഈ നാടകം കളിച്ചുകൊണ്ട് പോകുന്നതിന് അർത്ഥമില്ലല്ലോ. രാഹുൽ എന്തായാലും എന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എത്ര നാൾ വെറുതെ? ലെറ്റ്സ് ഗെറ്റ് ഡിവോഴ്സ്. അതല്ലേ നമുക്ക് രണ്ടുപേർക്കും നല്ലത്? വാട്ട് യു മീൻ ഡിവോഴ്സ്? നീ എന്താ ഈ പറയുന്നേ? അന്ന് വാലന്റൈൻസ് ഡേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ളതാ. എനിക്ക് നിന്നെ ഇഷ്ടം. നിന്നെ ആർക്കും വിട്ടുകൊടുക്കാനും ഞാൻ തയ്യാറല്ല, അത് രാഹുലായാൽ പോലും. നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ ഈ പറയുന്ന സാധന? ഞാൻ തമാശ പറയില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദേവ. എനിക്ക് തന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. താൻ മാത്രമല്ലല്ലോ തൻ്റെ ഫീലിങ്സ് അന്ന് എന്നോട് പറഞ്ഞത്, രാഹുലും പറഞ്ഞതല്ലേ. I don't want anything understand സാധന. ഡീ, അവൻ എന്നെ കൂടി നീ കമ്പയർ ചെയ്യുവാണോ? രാഹുലിന് നീ ഒരു ഒബ്സഷനോ? അതിനുവേണ്ടി അവൻ കാട്ടിക്കൂട്ടുന്നത് എന്താന്ന് നിനക്കറിയാലോ. പക്ഷെ അതിനെക്കാട്ടി ഇരട്ടിയായിരിക്കും ഈ ദേവ. എനിക്ക് നീ ഒരു ഒബ്സഷൻ മാത്രമല്ല, ലവ്, മൈ ലൈഫ് ലോങ് ലവ്. ഐ വാണ്ട് ക്രേസി ഫോർ യു. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് മടിയില്ല. നീ ഒരിക്കലും എന്നെ വിട്ട് പോവില്ല. പോവാൻ ശ്രമിച്ചാ രാഹുലല്ല ഞാൻ. എന്തിനാടി എൻ്റെ കേസിന് റെസ്പോണ്ട് ചെയ്തത്? നിന്റെ മനസ്സിന് ഞാൻ ഇല്ലാഞ്ഞെങ്കിൽ തള്ളി മാറ്റാറുന്നല്ലേ. എന്നെ വിട്ട് പോവാന്ന് വിചാരിക്കണ്ട. എനിക്ക് കേൾക്കുന്നുണ്ട്. ഹലോ, എന്താണ് പരിപാടി? ഇവളെന്താ ഈ നേരത്ത് ഇവിടെ? എന്തോ ഉണ്ടല്ലോ. പ്രത്യേകിച്ചൊന്നല്ലോ, വെറുതെ ഇരിക്കുന്നു. തമ്പരാട്ടിയുടെ ആഗമനോദ്ദേശം വേറെന്താ, ഞാനും വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടി നിന്റെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെന്തൊക്കെയായിട്ട് ദർശ വിശേഷമൊക്കെ? നല്ല വിശേഷം. നീ അറിഞ്ഞില്ലേ, കോടതിയിൽ എന്നെ ജഡ്ജായിട്ട് നിയമിച്ചു. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. അതും പോരാഞ്ഞ ഒരു 70-80 കോടി രൂപ എനിക്ക് ലോട്ടറി അടിക്കുകയും ചെയ്തു. അതൊക്കെ എന്ത് ചെയ്യുന്ന അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇതൊക്കെയാണ് എന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുള്ളത്? യൂസ്ലെസ്. നിന്റെ ചോദിച്ചൊക്കെ എന്നെ വേണം പറയാൻ. കളിയാക്കുന്നോടാ. ഒരു നോൺസെൻസ് ക്വസ്റ്റ്യൻസ് കൊണ്ട് വന്നോളും. ഇവിടെ 100 കൂട്ട് പ്രശ്നങ്ങളുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? അപ്പോഴാണ് അവിടെ ഒടുക്കത്തെ വിശേഷം അന്വേഷിക്കാൻ നിൽക്കല്. നീ ഇപ്പൊ എന്തിനാ കണ്ട് എഴുന്നള്ളിയത്? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ, അല്ലാതെ. ഇതല്ല, ഇതിനപ്പുറം ഞാൻ കേൾക്കണം. ഒരുപാട് നാളായി നമ്മൾ സംസാരിച്ചിട്ട് മര്യാദയ്ക്ക്. നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ വെറുതെ പറയുന്നതെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഞാൻ എല്ലാ ടെൻഷനും കയറി പ്രാന്തടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നിന്റെ അടുത്ത് വന്നൊന്ന് റിലാക്സ് ആയി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നീ എന്നെ കൂടുതൽ വിഷമിപ്പിക്കുക. നീ എന്നെ മിസ് ചെയ്യുന്ന പോലുമില്ല. നിനക്കറിയോ ഞാൻ നിന്നെ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്നറിയോ? എന്താ നീ ഇപ്പൊ പറഞ്ഞത്? അയ്യോ, വായെന്നറിയാതെ വീണു പോയല്ലോ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ, ആരാ വരുന്നു? അവിടെ നിക്കടി, ഇവിടെ വാ. എന്താ നീ പറഞ്ഞത്? ഒന്നുകൂടി പറയേ. ഞാനൊന്നും പറഞ്ഞില്ല. നീ മാറുന്നേ. നിന്റെ ശ്വാസം എന്റെ മേലെ തട്ടുന്നുണ്ട്. അതുകൊണ്ടെന്താ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? നീ മാറി നിൽക്ക്. എനിക്ക് പോണം. അമ്മായി വിളിച്ചു. ഞാൻ കേട്ടില്ലല്ലോ അമ്മ വിളിച്ചത്. നീ എവിടെയും പോവില്ല. ഞാൻ ചോദിച്ചൊരു മറുപടി താ. നീ ഉദ്ദേശിച്ചെന്താ? എനിക്കതറിയണം. അറിയാതെ ഞാൻ എന്താ പറഞ്ഞു പോയില്ല. നീ എന്ന് വിടുന്നുണ്ടോ എന്നെ? മാറി നിൽക്ക്. എന്താ
എന്താടി കണ്ണൂരിട്ടുന്നത്? എന്ത് പോകുന്നില്ലേ? പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതന്നല്ലേ? എന്തേ ഇനിയും വേണോ? കൂടെ തെണ്ടി പൊട്ടിച്ചിട്ട് എന്റെ ഫസ്റ്റ് കിസ്. അവിടെ ഒരു ഫസ്റ്റ് കിസ് പറയുന്നതായിട്ട് എന്റെ 100ാമത്തെ തോന്നുന്നു. നല്ല ആസ്വദിച്ച് കഴിഞ്ഞിട്ട് പോകുന്നുണ്ടല്ലേ? എനിക്ക് ഇഷ്ടമായി. ഓ, ഇതെന്തിനാ മനസ്സിലേക്ക് വരുന്നത്? മനുഷ്യന് ഉറങ്ങാനും പറ്റുന്നില്ല. അമ്മ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ കഴിക്കാനിരിക്കേ? അല്ല, നീ എന്താ നേരത്തെ? ദർശനം എവിടെ? സാധനം അഖിലേനും പിക്ക് ചെയ്തിട്ട് കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. അതിന് അഖില എണീറ്റിട്ടില്ലല്ലോ. സാധനമാണെങ്കിൽ പോവുകയും ചെയ്തു. അവളെ രാഹുൽ വന്ന് കൊണ്ടുപോയില്ലോ. അവന്റെ കൂടെ പോകരുതെന്ന് ഞാൻ അവൾക്ക് വാണിംഗ് കൊടുത്തതാണല്ലോ. അവള് പറഞ്ഞ അനുസരിക്കില്ല. തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാ. എന്താ ദേവാ, എന്താ പ്രശ്നം? എന്ത് തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് നീ പറയുന്നത്? ഒന്നുമില്ല അമ്മ, എനിക്ക് ഓഫീസിൽ പോയിട്ട് തിരക്കുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. ദർശനോട് ഞാൻ പോയെന്ന് പറഞ്ഞാൽ മതി. അവനോട് അഖിലെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞേക്ക്. ബൈ അമ്മ. അവ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട്. രാഹുൽ എവിടെ? അവൻ ഈ റിസോർട്ടിൽ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? അവരിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്താ ചോദിച്ചത് കേട്ടില്ലേ? രാഹുൽ എവിടെ? രാഹുൽ സാറ് സാധനം മേഡത്തിന്റെ ഒപ്പ കുറച്ച് ദിവസമായിട്ട്. അവന്റെ ഇഷ്ടമൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുത്തതാ. പക്ഷെ അവന്റെ ഇഷ്ടം കാരണം എന്റെ ബിസിനസ്സിന് ഒരുപാട് തകർച്ച സംഭവിക്കുന്നുണ്ട് ഇപ്പോ. അത് ഞാൻ അനുവദിക്കില്ല. അവന്റെ അടുത്ത് പറഞ്ഞേക്ക് ഇത് ആവർത്തിക്കരുത്. ഓക്കെ ഡാഡ്, ഞാൻ പറയാം. വാട്ട്? പട്ടേൽ കമ്പനി നമുക്കെതിരെ നിൽക്കാൻ പാടില്ലെന്ന് നിന്റെ അടുത്തൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഹുലിനെ ഞാനത് ഏൽപ്പിച്ചത്. അവനത് മര്യാദയ്ക്ക് ചെയ്യാത്തോണ്ട് 100 കോടിയുടെ നഷ്ടം നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. രാഹുലിനോട് ഒട്ടനെ തന്നെ എന്നെ വന്ന് കാണാൻ പറയും. ഓക്കെ ഡാഡ്, ഞാൻ ഇപ്പൊ തന്നെ പറയാം. രാഹുൽ, ഇമ്മീഡിയറ്റ്ലി ഡാഡി നിന്നെ കാണുമെന്ന് പറയുന്നുണ്ട്. ഡാഡ്, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും കുഴപ്പം? കുഴപ്പമുണ്ടെന്ന് നിനക്കറിയാം. നിന്നോട് ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചതല്ലേ? പട്ടേൽ ഗ്രൂപ്പിന്റെ ആട്ടിവേരടക്കം പിഴുതെറിയാൻ. എന്താ നീ അത് ചെയ്യാഞ്ഞത്? അവന്മാര് നമ്മളെ തകർക്കാൻ നിൽക്കും ഇപ്പോ. എന്താ എക്സ്പ്ലനേഷൻ നിനക്ക് പറയാനുള്ളത്? സോറി ഡാഡ്, പട്ടേൽ ഗ്രൂപ്പിന്റെ വിഷയം ബ്രദറിനെ ഏൽപ്പിച്ചാൽ മതി. എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. സാധനയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. വാട്ട്? ആദ്യമായിട്ടാണല്ലോ നീ എന്നെ എതിർത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുന്നല്ലേ? ഒരു പെണ്ണിന് വേണ്ടി ഞാൻ കെട്ടിപ്പൊക്കി എന്റെ സാമ്രാജ്യം ഇല്ലാതാക്കണമെന്നാണോ നീ പറയുന്നത്? ഡാഡിന് ബ്രദറിന് വിശ്വാസമല്ലേ? എന്റെ കൈ കൊണ്ട് ഇനിയൊരു മരണം സംഭവിച്ച സാധനം എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഒരു പെണ്ണിന് വേണ്ടി ഇവൻ? എന്റെ മോൻ തന്നെയാണോ? മോനെ, ഡാഡിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ നീ ചെയ്യണ്ട. ഡാഡിയുണ്ട് ഇതിന്റെ കൂടെ. എന്തായാലും നീ ഇപ്പൊ ചെല്ല്. ഡാഡി ബാക്കി നോക്കിക്കോളാം. ഡാഡ്, ഇനി നമ്മൾ എന്താ ചെയ്യാം? പട്ടേൽ ഗ്രൂപ്പിനെ നീ ഹാൻഡിൽ ചെയ്യേ. എനിക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻറ്റ് സാധനം. അവള് ജീവനോടെ ഇരുന്നോ എൻ്റെ സാമ്രാജ്യം തകരും. രാഹുൽ, സാധനം എവിടെ? എത്ര നേരായി, ഇരുട്ടി തുടങ്ങി. അവള് വീട്ടിൽ പോണ്ടേ? സാധനം ഇവിടെ ഇല്ലല്ലോ. അവള് ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താടാ? ദേ, നീ ട്രിക്ക് യൂസ് ചെയ്യരുത് അവളെ ഇവിടെ നിർത്താൻ വേണ്ടിട്ട്. സാധന, നീ എന്തിനാ വിളിച്ചു പോകുന്നത്? അവളിവിടെ ഇല്ല. ഞാൻ അവളെ കോളേജിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയിട്ടില്ല എന്ന് അവളെ ഞാൻ വിളിച്ച് പറഞ്ഞതാ. എനിക്കിന്ന് ഡാഡിയെ കാണാനും പിന്നെ ബിസിനസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവളിത് ഇവിടെ പോയി. ഞാൻ കോളേജിലൊക്കെ നോക്കിയതാ, അവിടെ ഇല്ല. വീട്ടിലെത്തിയിട്ടില്ല. നമ്മളോടൊന്നും പറയാതെ അവൾ എവിടെ പോവാനാ? നീ കോളേജിൽ ശരിക്കും നോക്കിയോ? അവള് പിന്നെ ഇങ്ങോട്ട് പോവാനാ? ആരെങ്കിലും? ഡാഡയോ? എന്താടാ? ഒന്നുമില്ല, നീ ഒന്നും കൂടി പോയി അന്വേഷിക്കാം. ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷിക്കാം. എനിക്ക് ഡാഡിയെ കണ്ട ആവശ്യമുണ്ട്. ഡാഡ്, where is she? സാധന എവിടെയാ? നീ അത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടോ? ഡാഡ്, ഡോണ്ട് ഗെയിം പ്ലേ വിത്ത് മീ. ഐ നോ ഡാഡ് അല്ലാതെ വേറെ ആരും സാധനോട് ഇങ്ങനെ ചെയ്യില്ല. എൻ്റെ നേരെ ചിരിച്ച് കാണിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് അടിക്കേണ്ടതാ.
ഡാഡി, എനിക്ക് നന്നായിട്ട് അറിയാം. അവളെനിക്ക് വേണം. ഷീസ് മൈ എവറിത്തിങ് ഡാഡ്. എന്നെ തേടി നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ കളിക്കുന്ന ഈ ഗെയിമിൽ നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ജയിക്കില്ലെന്ന് അറിഞ്ഞിട്ട് എന്തിനാ മോനെ നീ കളിക്കാൻ നിൽക്കുന്നേ? ഇതെൻ്റെ ലൈഫാ ഡാഡ്. എനിക്ക് ജയിക്കണതല്ല, ജയിക്കും ഞാൻ കണ്ടുപിടിക്കുക അവളെവിടെയാണെന്ന്. അഥവാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഐ വിൽ കിൽ യു ഡാഡ്. ഒരു രാത്രി കഴിഞ്ഞു. ഇതുവരെയായിട്ടും അവളെ കുറിച്ചൊരു വിവരമില്ല. രാഹുൽ, അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അവളെന്നെ. അതിനവൻ്റെ കൂടെയിലുണ്ട്, അവനൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എങ്ങാനും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാ? ഞാൻ അപ്പഴേ പറഞ്ഞില്ല എൻ്റെ മക്കളെ ഇതുപോലത്തെ പ്ലാനൊന്നും വേണ്ടെന്ന്. സാധനം മോളെ വെച്ച് നിങ്ങളല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്തത്? എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണോ? എൻ്റെ പെങ്ങളോട് അടിയനോട് ഞാൻ എന്ത് പറയും? അമ്മക്ക് അറിയാതെ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അമ്മ പേടിപ്പിക്കാതെ. അല്ലെങ്കിൽ തന്നെ അമ്മ പേടിച്ചിരിക്കാം. അവൾക്കൊന്നും വരില്ല. നമുക്ക് അവളെ കണ്ടുപിടിക്കാം. അവൾക്കൊന്നും പറ്റില്ല. മോനെ ദേവ, എടാ, മോളെ പറ്റി എന്തെങ്കിലും? ഒരു വിവരവും കിട്ടിയിട്ടില്ല. CCTV ഫുട്ടേജിൽ അവൾ കോളേജിൽ നിന്ന് പുറത്തു കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഫുട്ടേജൊക്കെ മിസ്സിംഗ് ആണ്. ആരോ മനഃപൂർവ്വം കളിക്കുന്നതാ. പക്ഷെ ആരെന്നാ മനസ്സിലാവാത്ത? രാഹുൽ അല്ലാതെ പിന്നെ ആരാ? ഒരു വിവരം പോലും കിട്ടുന്നില്ലാണ് നീയൊക്കെ പറയുന്നത്. നിനക്ക് എന്തിനാണ് ചീറ്റി പറ്റുന്നത്? സോറി സാർ, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. സാധന, where are you?